ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിട്ട് ഇന്നത്തെ എപ്പിസോഡ് പാട്ടും ഡാൻസൊക്കെ ആയതുകൊണ്ട് വളരെ കുറച്ച് എപ്പിസോഡ് ഉണ്ടായുള്ളൂ. ബാക്കി ആ ഡാൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതി വളരെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് അടുത്തേക്ക് വരുന്നുണ്ട്. എന്താ ശ്രുതി, താൻ ഇങ്ങനെ വിഷമിച്ചിരിക്കണം, താൻ വിഷമിച്ചിരിക്കില്ല, താൻ അടുത്ത പെർഫോമൻസ് ഒക്കെ തൻ്റെയാണ്, താൻ അടിച്ചു പൊളിക്കണം എന്നൊക്കെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ അശ്വിൻ വരും കേട്ടോ. എന്താ എനിക്ക് ബ്രോ, തൻ്റെ പേര് വിളിച്ച് താൻ കേട്ടില്ലേ, സ്റ്റേജിൽ താൻ പോകാൻ നോക്ക് എന്ന് പറയാണ്. ഓക്കെ ബ്രോ, ഞാൻ പോകാം. പക്ഷേ ശ്രുതി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അവർക്കൊന്ന് മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. സ്വന്തം ടീം ജയിക്കാൻ വേണ്ടി ആദ്യം ശ്രമിക്കുക എനിക്കെന്ന് പറയാണ്. നമ്മൾ ജയിക്കും ബ്രോ, നമ്മൾ ടീം തന്നെ വിൻ ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ. ശ്രുതി എൻ്റെ പെർഫോമൻസ് കാണാൻ വരണം കേട്ടോ എന്ന് എനിക്ക് പറയുമ്പോൾ, ഞാൻ വരാം സർ, സർ നടന്നു, ഞാൻ വന്നോളാം എന്ന് എനിക്കെടുത്ത് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്. എനിക്ക് പോയി കഴിയുമ്പോഴേക്കും എനിക്ക് പറയുന്നുണ്ട്, വാ അശ്വിൻ ബ്രോ എന്ന് പറയുമ്പോഴേക്കും ഞാൻ വന്നോളാം നടക്കാൻ പറയാണ്. അങ്ങനെ എനിക്ക് അവിടെ നിന്ന് പോയുമ്പോഴേക്കും അശ്വിൻ പതുക്കെ ശ്രുതിയുടെ മുഖത്തേക്ക് ഒരു പുച്ഛത്തോടെ നോക്കുവാണ്. ശ്രുതിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കാണ്ട് ഭയങ്കര പരിഭ്രമമാണ് ശ്രുതിക്ക്. ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ എനിക്കയുടെ പെർഫോമൻസ് ആട്ടോ. അപ്പോൾ അഞ്ജലി അനൗൺസ് ചെയ്യാണ് അടുത്ത പെർഫോമൻസ് വരൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പെർഫോമൻസാണ്, വരൻ്റെ കസിനായിട്ടുള്ള നന്ദകിഷോറിൻ്റെ പെർഫോമൻസ് ആണെന്ന് പറഞ്ഞിട്ട് പെർഫോമൻസ് തുടങ്ങുവാണ്. അപ്പോൾ ഒരു പാട്ടാണ്, നമ്മുടെ ഡാൻസാണ് നന്ദകിഷോർ കളിക്കുന്നത്. പാടാവനമാലി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടാട്ടോ ഡാൻസ് ചെയ്യണത്. അപ്പോൾ നല്ലതായിട്ട് തന്നെ ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡാൻസ് വളരെ മനോഹരമാകുമ്പോൾ എല്ലാവരും കൈയടിച്ച് നന്നായിട്ട് അടിച്ചുപൊളി പാസ്സാക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ അഞ്ജലി വരുന്നുണ്ട്, പറയുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഈ മത്സരത്തിൽ എനിക്ക് ബ്രദറിനെ കിട്ടിയേക്കണം മാർക്സ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ എനിക്കിടെ മാർക്ക് പറയണം. അപ്പോൾ 8 മാർക്കാണ് എനിക്കൊക്കെ ആ ഒരു ഡാൻസിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ നമ്മുടെ അഞ്ജലി പറയേണ്ടത് ഇനി ടോട്ടൽ വരൻ്റെ വീട്ടുകാരും വധുവിൻ്റെ വീട്ടുകാരും ഇതുവരെ ഏൺ ചെയ്തിരിക്കുന്ന മാർക്സ് എത്രയാണെന്ന് നമുക്ക് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് വരൻ്റെ വീട്ടുകാർ 24 മാർക്സ് എന്ന് പറഞ്ഞിട്ട് കൈയടിക്കുകയാണ്. വധുവിൻ്റെ വീട്ടുകാർ 4 മാർക്സ് എന്ന് പറയുകയാണ്. അത് കാണുമ്പോൾ ശ്രുതിക്കൊന്നുകൂടി ടെൻഷൻ ആവാട്ടോ. അതേസമയം നമ്മുടെ മനോരമ എടുത്ത് കൂട്ടുകാർ പറയുന്നുണ്ട്, മനോരമേ നിൻ്റെ ഡാൻസ് അടിപൊളിയായിരുന്നു കേട്ടോ, നീ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടൊന്നും ഇല്ല, കുറച്ച് നാൾ പോയിട്ടുണ്ട്. പിന്നെ ഞാനായിരുന്നല്ലോ കോളേജിലൊക്കെ കലാതിലകം. പിന്നെ ഈ അമ്മായി ഒന്നും കളിക്കില്ലെന്നേ, അവരെ 2-3 സ്റ്റെപ്പ് പഠിപ്പിക്കാൻ ഞാൻ പെട്ട പാട്. എന്നിട്ടും സ്റ്റേജ് ചെയ്തിട്ട് അവരതൊക്കെ തെറ്റിച്ചു എന്നിങ്ങനെ പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ മനോരമക്കൊന്ന് ചുമ വരും കേട്ടോ. ചുമ വരുമ്പോഴേക്കും പ്രീതി അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. അയ്യോ അമ്മേ, ഇന്നാ ഇത് വെള്ളം എന്ന് പറഞ്ഞിട്ടൊരു കുപ്പിയിൽ വെള്ളം കൊണ്ടുവരുവാണ്. അത് കാണുന്ന മനോരമക്ക് ദേഷ്യം വരുവാണ്. മനോരമ പെട്ടെന്ന് പ്രീതിനെ മാറ്റി നിർത്തി പറയുന്നുണ്ട്, എടി നീ ഇപ്പം തന്നെ എനിക്ക് വെള്ളം തരാനൊക്കെ അല്ലേ എടി എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കി എന്ന് പറയാണ്. അതിനുശേഷം മനോരമ അവിടെ നിന്ന് പോകുക കേട്ടോ. മനോരമക്കാണെങ്കിൽ ഭയങ്കര അഹങ്കാരം കയറിയിരിക്കുകയാണ്. അതേസമയത്ത് രാധയാണെങ്കിൽ തലവേദന എടുത്തിങ്ങനെ നിൽക്കുമ്പോൾ പ്രമീള ചോദിക്കുന്നുണ്ട്, എല്ലാം എടുത്തിക്ക് ഇത് എന്ത് പറ്റി രാധേ, എന്ത് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, സ്റ്റേജിൽ കുലുക്കവും പാട്ടൊക്കെ കേട്ടാന്ന് അറിയില്ല എടുത്തി, ഭയങ്കര തലവേദന എന്ന് പറയുകയാണ്. അങ്ങനെ പ്രീതി കുറച്ച് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ശരിയായോ? കുഴപ്പമില്ല മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മായി തലയിൽ ഇങ്ങനെ കൈ വെച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ. അതിനുശേഷം ശ്രുതിയാകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ അശ്വിൻ അടുത്തേക്ക് വരുന്നുണ്ട്. എന്താ ശ്രുതി, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ എല്ലാത്തിനും തോൽക്കുകയുള്ളൂ, നിന്നെ തോൽപ്പിക്കാൻ എനിക്കാകും. പണം കൊണ്ട് എന്ത് വാങ്ങിക്കാൻ സാധിക്കും ശ്രുതികുമാരി ലക്ഷ്മി, ഇനി നീ അതെങ്കിലും മനസ്സിലാക്ക്. നീ തോറ്റിരിക്കും, ഞങ്ങളുടെ ടീമായിരിക്കും ജയിക്കേണ്ടത്, ഞാൻ തന്നെ ഇവിടെയും ജയിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകുവാണ്. അശ്വിൻ പോയി ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ അഞ്ജലി വീണ്ടും സ്റ്റേജിൽ കയറിയിട്ട് അനൗൺസ് ചെയ്യാണ്. അപ്പോൾ അടുത്തതായിട്ടുള്ള ഒരു ഡാൻസ് പെർഫോമൻസ് ആണ്, വധുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഡാൻസ് പെർഫോമൻസ് ആണ്. ബ്രൈഡിൻ്റെ അവിടെ നിന്ന് വരുന്നത് നമ്മുടെ ബ്രൈഡിൻ്റെ സ്വന്തം പെങ്ങളായിട്ടുള്ള നമ്മുടെ ശ്രുതികുമാരി ലക്ഷ്മിയുടെ ഒരു ഡാൻസ് ആണ് എന്ന് അഞ്ജലി അനൗൺസ് ചെയ്യണം. അപ്പോൾ എല്ലാവരും കൈയടിക്കുകയാണ്. അമ്മക്കും അമ്മായും പ്രീതിയൊക്കെ വളരെ സന്തോഷത്തോടു കൂടി കാത്തിരിക്കുമായിട്ട് നമ്മുടെ ശ്രുതിയുടെ ഡാൻസിന് വേണ്ടിയിട്ട്. ശ്രുതി ആണെങ്കിൽ ടെൻഷൻ അടിച്ച് സ്റ്റേജിൻ്റെ പുറകെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സമയത്ത് വീണ്ടും അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് വരുവാണ്. എന്താ നിൻ്റെ പേര് വിളിച്ചല്ലോ, നീ എന്താ ഡാൻസ് കളിക്കാൻ പോകുന്നില്ലേ? പോയി കളിക്ക് എന്ന് പറഞ്ഞിട്ട് പുച്ഛത്തോടു കൂടി തന്നെ അവിടെ നിന്ന് പോകുവാണ്. അപ്പം അഞ്ജലി വീണ്ടും പറയുന്നുണ്ട്, അപ്പോൾ നമുക്ക് മാർക്സ് ഒന്നും കൂടി നോക്കാം. ഇതുവരെ വരൻ്റെ വീട്ടുകാർ മേടിച്ചിരിക്കുന്ന മാർക്ക് 24 മാർക്സ് ആണ്, വധുവിൻ്റെ വീട്ടുകാർ 4 മാർക്സ് എന്ന് പറഞ്ഞിട്ട് കൈയടിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ശ്രുതി വീണ്ടും തളർന്നു പോകുക കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ ഡാൻസ് തുടങ്ങുവാണ്. ശ്രുതി ആദ്യം തന്നെ എൻ്റെ മനസ്സിലൊരു നാണം എന്ന് പറഞ്ഞിട്ട് ഡാൻസ് ആണ് കേട്ടോ കളിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് ശ്രുതി ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ ആ ഡാൻസ് കാണുമ്പോൾ തന്നെ അശ്വിൻ്റെ കണ്ണ് മഞ്ഞിച്ചു പോകുക കേട്ടോ. കാരണം ഭയങ്കര സൂപ്പറായിട്ടാണ് ശ്രുതി ഡാൻസ് കളിക്കുന്നത്. പക്ഷേ എനിക്കാണെങ്കിൽ ശ്രുതി ഡാൻസ് കളിക്കുന്ന സമയത്ത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ആ ഡാൻസിലെ നായകനായിട്ട് നമ്മുടെ നടുമുടി വേണുമായിട്ട് നമ്മുടെ എനിക്കാണ് ശ്രുതിയുടെ അടുത്തേക്ക് പോകുന്നത്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി അടിച്ചു പൊളിച്ചങ്ങ് ഡാൻസ് കളിക്കുകയാണ്. ശരിക്കും ശ്രുതി മാത്രമേ ഡാൻസ് കളിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം എനിക്കേടെ വെറും മോഹങ്ങൾ മാത്രമാട്ടോ. അങ്ങനെ എനിക്കാണെങ്കിൽ ഡാൻസ് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ എനിക്കും ശ്രുതിയും കൂടി ഡാൻസ് കളിക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ എനിക്ക് ശ്രുതിനെ പിടിച്ചും ഭയങ്കര ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശ്രുതിയുടെ ആ പെർഫോമൻസും കൂടി കഴിയുമ്പോഴേക്കും അശ്വിൻ്റെ ഗ്യാസ് തീരുന്ന പോലെ തോന്നുവാണ്. കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ട് ശ്രുതിയുടെ ഡാൻസ്. അങ്ങനെ
അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ പെർഫോമൻസിൻ്റെ നമുക്ക് മാർക്സ് നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാർക്ക് പറയാൻ വേണ്ടി പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ ആദ്യ പെർഫോമൻസിന് കിട്ടിയിരിക്കുന്ന മാർക്ക് 10 മാർക്സാണ് എന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കണം. അങ്ങനെ ശ്രുതിയുടെ ടോട്ടൽ മാർക്ക്, അതായത് വധുവിൻ്റെ വീട്ടുകാരുടെ ടോട്ടൽ മാർക്ക് 14 മാർക്കാണ് എന്ന് പറഞ്ഞിട്ട് കൈയടിക്കുമ്പോഴേക്കും അശ്വിനാണെങ്കിൽ ദേഷ്യം വരുവാണ്. അപ്പോൾ അതിനുശേഷം അഞ്ജലി പറയുന്നുണ്ട്, അപ്പോൾ അടുത്ത പെർഫോമൻസ് വധുവിൻ്റെ വീട്ടിൽ നിന്നുള്ള പെർഫോമൻസാണ്, അതിനുവേണ്ടി ശ്രുതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ ശ്രുതിയുടെ പെർഫോമൻസ് ആണ് കേട്ടോ അടുത്തും. അപ്പോൾ ശാരികയെ നിന്നെ കാണാൻ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ് ശ്രുതി ഡാൻസ് ചെയ്യണത്. അങ്ങനെ ആ ഡാൻസ് വളരെ മനോഹരമായിട്ട് തന്നെ ശ്രുതി കളിക്കുക കേട്ടോ. അപ്പോൾ ഡാൻസ് തുടങ്ങുമ്പോൾ തന്നെ അശ്വിന് ആകെപ്പാടെ വേർത്ത് കുളിച്ച് തുടങ്ങും കേട്ടോ, കാരണം അത്ര സുന്ദരമായിട്ടാണ് ശ്രുതി ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൈയടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, കാരണം എല്ലാവരും മതിമറന്നാണ് ശ്രുതിയുടെ പെർഫോമൻസ് ആസ്വദിക്കുന്നത്. മനോരമക്കാണെങ്കിൽ ആകെ ദേഷ്യം വരും കേട്ടോ. അങ്ങനെ ശ്രുതി പാട്ട് പകുതി ആകുമ്പോഴേക്കും നമ്മുടെ പ്രീതിനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് സ്റ്റേജിലേക്ക്. പിന്നീട് അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ അതുകൂടി ആകുമ്പോഴേക്കും എല്ലാവർക്കും കുറച്ചുകൂടി എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുക കേട്ടോ. മുത്തശ്ശിക്കാണെങ്കിൽ സന്തോഷമാവാണ്. അങ്ങനെ എല്ലാവരും കൂടി ഡാൻസ് കണ്ട് അടിച്ച് പൊളിച്ച് കൈയടിച്ച് പാസ്സാക്കുവാണ്. അങ്ങനെ ആ മാർക്കും വരുവാണ്. അപ്പോൾ ശ്രുതിയുടെ അടുത്ത പെർഫോമൻസ്, ഇപ്പോൾ കഴിഞ്ഞ പെർഫോമൻസിലുള്ള മാർക്ക് എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അനൗൺസ് ചെയ്യാണ് 10 മാർക്സ് ടോട്ടൽ. നമ്മുടെ വധുവിൻ്റെ വീട്ടുകാരും വരൻ്റെ വീട്ടുകാരും 24 മാർക്സ് എന്ന് പറയുകയാണ്. അശ്വിനാണെങ്കിൽ ആകെ ദേഷ്യം വരും കേട്ടോ. അങ്ങനെ ശ്രുതി കോസ്റ്റ്യൂംസ് മാറാൻ വേണ്ടി റൂമിലേക്ക് പോകുന്ന സമയത്ത് അവിടെയൊക്കെ അഞ്ജലിയും അതുപോലെ തന്നെ നമ്മുടെ ശ്യാമും കൂടി വരുവാണ്. അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ശ്രുതി നിൻ്റെ ഡാൻസ് സൂപ്പറായിരുന്നു, ഒരു രക്ഷയില്ല, അടിപൊളി, നീ തകർത്തു മോളെ എന്ന് പറയാണ്. ആ സമയത്ത് അടുത്ത് നിന്ന് ശ്യാമും പറയുന്നുണ്ട്, അതെ അതെ ശ്രുതി പൊളിച്ചെടുക്കുക കേട്ടോ, തൻ്റെ ഡാൻസും അടിപൊളിയായിരുന്നു എന്ന് പറയുമ്പോൾ ശ്രുതിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരും കേട്ടോ. പക്ഷേ ശ്രുതി ആ ദേഷ്യം കാണിക്കാണ്ട് അഞ്ജലിനെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അഞ്ജലി പറയേണ്ടത്, അടുത്ത പെർഫോമൻസ് നിൻ്റെ പെർഫോമൻസ് ആണ് കേട്ടോ, ബെസ്റ്റ് ഓഫ് ലക്ക്, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പെർഫോമൻസിന് വരുന്നത് എന്ന് പറയും. അങ്ങനെ അടുത്ത പെർഫോമൻസും കൂടിയാണ് ശ്രുതിയുടെ പെർഫോമൻസ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും വരൻ്റെ പെർഫോമൻസ് ഒക്കെ ആട്ടോ. അങ്ങനെ ശ്രുതിയുടെ പെർഫോമൻസ് വീണ്ടും തുടങ്ങുകയാണ്. അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, അപ്പോൾ അടുത്തത് നമ്മുടെ വധുവിൻ്റെ വീട്ടിൽ നിന്നുള്ള പെർഫോമൻസാണ്. അപ്പോൾ അടുത്ത പെർഫോമൻസും നമ്മുടെ ശ്രുതികുമാരി ലക്ഷ്മിയുടെ പെർഫോമൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൈയടിച്ച് പാസ്സാക്കാണ്. അപ്പോഴേക്കും ശ്രുതിക്ക് നല്ല കോൺഫിഡൻസ് ആവും കേട്ടോ, കാരണം മാർക്ക് ഒരുവിധം ടോട്ടൽ ഒരുവിധം രണ്ടും സെയിം ആയതുകൊണ്ട്. അങ്ങനെ ശ്രുതി അടുത്ത ഡാൻസ് പെർഫോമൻസ് ചെയ്യുവാണ്. അപ്പോൾ ശ്രുതിയുടെ കൂടെ ഡാൻസ് കളിക്കുന്നത് ഒരു പെണ്ണാണ്, പക്ഷേ ആണിൻ്റെ വേഷത്തിലാണ്, അതൊരു ആണെന്ന രീതിയിലാണ് ആ പെണ്ണ് ഡാൻസ് കളിക്കുന്നത്. ശ്രുതി കൂടെ ഒരു പെണ്ണെന്ന രീതിയിൽ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ ആണെന്ന് പറഞ്ഞത് നല്ല കോട്ടിയും സ്യൂട്ടൊക്കെ ഇട്ട് നമ്മുടെ അശ്വിൻ എങ്ങനെയാണ് ഇരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ആ പെണ്ണ് കോട്ടും സ്യൂട്ടൊക്കെ ഇട്ടിട്ട് വേഷം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ശ്രുതി ശരിക്കും പറഞ്ഞാൽ അശ്വിനാണെന്ന രീതിയിലാണ് കേട്ടോ ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ശരിക്കും ശ്രുതിയെ ഡാൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അശ്വിനെ മനസ്സിലായത് അശ്വിനെ വിചാരിച്ചിട്ടാണ് ഡാൻസ് കളിക്കണത്. അശ്വിനാണെങ്കിൽ അശ്വിനെ ആ ഒരു രീതിയിൽ അശ്വിനാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ശ്രുതി ഡാൻസ് കളിക്കുന്ന സമയത്ത് തൻ്റെ കൂടെ നിന്ന് ഡാൻസ് കളിക്കുന്ന പോലെയാണ് അശ്വിനെയും തോന്നുന്നത്. അങ്ങനെ ആ പെർഫോമൻസ് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തരുന്നത്. പെർഫോമൻസ് ഫുള്ളും തീർന്നില്ലായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.